പണ്ടൊരു കാട്ടിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. കാട്ടിലെ പഴങ്ങൾ കഴിച്ചായിരുന്നു സന്യാസി ജീവിച്ചിരുന്നത്. ഒരു ദിവസം എവിടെ നിന്നോ ഒരു നായ അലഞ്ഞു തിരിഞ്ഞ് സന്യാസിയുടെ ഗുഹയിലെത്തി. അലിവ് തോന്നിയ സന്യാസി നായയെ തന്റെ ഒപ്പം താമസിപ്പിച്ചു. നേരം വെളുത്താൽ നായ കാട്ടിലേക്ക് ഇറങ്ങും. പിന്നെ വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്. സന്യാസിയെ പോലെ കാട്ടിലെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വിശപ്പടക്കാൻ നായയ്ക്ക് കഴിയില്ല. നായയ്ക്ക് നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഭക്ഷണം വേണമായിരുന്നു. ഒരിക്കൽ നായ കാട്ടിൽ ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പെട്ടെന്ന് അതാ മരച്ചുവട്ടിൽ ഒരു കടുവ. നായയെ കണ്ടതും കടുവ ഒറ്റ ചാട്ടത്തിന് നായയെ പിടിക്കാനായി ആഞ്ഞു. നായ പെട്ടെന്ന് ഓട്ടം തുടങ്ങി. നായ ചെന്നു നിന്നത് സന്യാസിയുടെ ഗുഹയ്ക്കടുത്താണ്. എന്താ, എന്തു പറ്റി നിന്ന് കിതയ്ക്കുന്നത്? നായയെ നോക്കി സന്യാസി തിരക്കി. ഒരു കടുവ എന്നെ പിടിക്കാൻ വന്നു, നായ പറഞ്ഞു. സന്യാസി എന്തോ മന്ത്രം ചൊല്ലി നായയെ വലിയൊരു കടുവയാക്കി മാറ്റി. രൂപം മാറിയ നായ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. മുന്നിൽ ഭീമാകാരനായ കടുവയെ കണ്ട് ജീവനും കൊണ്ട് ആദ്യത്തെ കടുവ കാട്ടിലേക്ക് ഓടി. നായയ്ക്ക് പിന്നീട് മറ്റു പല വലിയ മൃഗങ്ങളെയും നേരിടേണ്ടി വന്നു. അപ്പോഴെല്ലാം സന്യാസി തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നായയെ ആ മൃഗമാക്കി മാറ്റി. അങ്ങനെ ഓരോ തവണയും നായ രക്ഷപ്പെട്ടു. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരിക്കൽ നായ തന്നെ ഒരു സിംഹമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുഹയിലേക്ക് എത്തിയത്. കാട്ടിലെ രാജാവായ സിംഹത്തെ തോൽപ്പിക്കണമെങ്കിൽ അതേ വഴിയുള്ളൂ എന്ന് നായ വിചാരിച്ചു. സന്യാസി തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നായയെ ഒരു സിംഹമാക്കി. ഇനി തനിക്ക് ആ രൂപം മതിയെന്ന് നായ അങ്ങ് തീരുമാനിച്ചു. മറ്റൊരു മൃഗത്തെയും ഭയപ്പെടണ്ടല്ലോ. സിംഹം പുറത്തൊന്നും പോകാതെ ആ ഗുഹയിൽ കഴിഞ്ഞുകൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ സിംഹത്തിന് വിശക്കാൻ തുടങ്ങി. പുറത്തു പോയി വേട്ടയാടാൻ അതിനു മടി തോന്നി. വിശപ്പടക്കാൻ സന്യാസിയെ തന്നെ ശാപ്പിട്ടാലോ, സിംഹം തീരുമാനിച്ചു. സന്യാസി പുറത്തു പോയി മടങ്ങി വന്നപ്പോൾ അതാ സിംഹം ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അത് സന്യാസിയുടെ നേരെ ചാടി വീണു. പെട്ടെന്ന് തന്നെ സന്യാസി എന്തോ ഒരു മന്ത്രം ചൊല്ലി. അതോടെ സിംഹം പഴയ പോലെ നായയായി മാറി. തന്റെ മുൻപിൽ വാലാട്ടി നിന്ന നായയെ സന്യാസി പുറത്താക്കി ഗുഹയുടെ വാതിലും അടച്ചു. ഗുണപാഠം: വന്ന വഴി മറന്ന് അഹങ്കരിക്കരുത്.